നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 കുറിച്ചാണ്. ഇത് കഴിഞ്ഞു പോയ വർഷം. കഴിഞ്ഞു പോയ വർഷത്തിൽ ഞാൻ എടുത്ത കുറച്ച് മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ഞാൻ എടുത്ത കുറച്ച് പോസിറ്റീവ് സൈഡ്സിനെ കുറിച്ച് സംസാരിക്കാം. 2024 ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ കുറച്ച് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്. സ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് വളരെ കൂട്ടി. അങ്ങനെ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് വല്ലാണ്ട് കൂടിയപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനും പിന്നെ പുറത്ത് പോകുന്നതൊക്കെ എല്ലാത്തിനും ഷോപ്പിങ്ങിനും എല്ലാം വീട്ടിലെ ചിലവിന് വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു വർഷമായിരുന്നു 2024. ഈ വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ശമ്പളം കിട്ടുന്ന മൊത്തം ക്രെഡിറ്റ് കാർഡ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലൊന്നുമില്ല. ആ ഒരു രീതിയിലോട്ട് ആ ഒരു സ്ഥിതിവിശേഷത്തിലോട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ 2025 എന്തായാലും 2 ക്രെഡിറ്റ് കാർഡ് ഉള്ളതിനകത്ത് ഒരെണ്ണം എന്തായാലും ക്ലോസ് ചെയ്യണം, മുടിച്ച് കളയണം. കാരണം അല്ല പിന്നെ എടുക്കാനുള്ള ത്വര കൂടും. ഒരെണ്ണം ഇരുന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും പെട്രോൾ അടിക്കാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാവി പൈസയിലോട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതല്ല വേണ്ട, നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് നമ്മുടെ കയ്യിലുള്ളതിന് ജീവിച്ചാൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആഗ്രഹങ്ങൾ കുറയും. നമ്മൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാണാൻ തുടങ്ങും. നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. മറ്റേന്ന് വെച്ചാൽ നമ്മൾ മറ്റാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം ഇപ്പോഴേ ജീവിച്ച് തീർക്കുകയാണ്. ഭാവി ജീവിതം നമ്മളിങ്ങനെ ജീവിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസയ്ക്ക് ജീവിച്ച് തീർക്കുമ്പോഴത്തേക്കും എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഒരു അടിമയായി മാറും. ആ ഒരു അവസ്ഥയിലോട്ട് ആരും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ ക്രെഡിറ്റ് കാർഡ് ഒരു മോശം സാധനമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയും അല്ല. പക്ഷേ നമ്മൾ കറക്റ്റ് ക്യാഷ്, അനിൽ ബാലേന്ദ്രൻ സാറിൻ്റെ ക്ലാസ്സിന് പുള്ളി കേട്ടിട്ടുണ്ട്, കയ്യിൽ ക്യാഷ് കൊടുത്ത് വേണം നമ്മൾ ജീവിക്കാൻ. കയ്യിൽ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ സാധനം മേടിക്കുമ്പോൾ സത്യമാണ്, നമ്മൾ 100 രൂപയുടെ നോട്ടെടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് വേറെയാണ്. നമ്മൾ ഓലേക്ക് ഇനിയൊരു 400 രൂപയുടെ നോട്ടും കൂടെ ഉള്ളൂ, 400 നോട്ടും കൂടെ ഉള്ളൂ. അപ്പം എത്ര രൂപ നമുക്ക് പ്രിസർവ് ചെയ്യണം, എത്ര നമ്മുടെ കൈ വെക്കണം എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. അതേസമയം നമ്മൾ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോയാൽ തന്നെ നമ്മൾ ലാവിഷായിട്ട് 1500-2000 രൂപയ്ക്ക് അടിച്ചേക്കുവാണ്. അടുത്ത മാസം കൊടുത്താൽ മതിയല്ലോ എന്നൊരു കാരണം കൊണ്ട് മാത്രം അടുത്ത മാസം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ബില്ല് കുമിഞ്ഞു കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് EMI ആക്കും. അത് EMI ആക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എത്രയാണ്? 22-23% പലിശയാണ്. എല്ലാം കൂടി ജീവിതം പുകയാവും. വീട്ടിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പോവും, തമ്മിൽ പ്രശ്നങ്ങളാവും. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ലോകത്ത്, ഈ മിസ്റ്റീരിയസ് വേൾഡ് നമ്മൾ ജീവിച്ച് ശീലിച്ചാൽ പിന്നെ നോർമൽ ഒരു വേൾഡിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊന്നും ആ ഒരു ചേഞ്ച് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, എനിക്കുള്ള പ്രശ്നമാണ്. സോ മൈ ന്യൂ റെസൊല്യൂഷൻ ഈസ് നോ ക്രെഡിറ്റ് കാർഡ്സ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഞാൻ ജീവിക്കുന്നു. ആൻഡ് ഹിയർ ആഫ്റ്റർ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ പ്രസൻറ്റ് ലൈഫ് ജീവിക്കുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ഇനി ചിലവാക്കാൻ പോകുന്ന ലൈഫിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റാരുടെ ലാവിഷ് ലൈഫിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. സോ ഇറ്റ് വിൽ ബി വർത്ത് ടു ബി അലൈവ് ഇൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ദ മോട്ടോസി ട്രൈബ് സൈനിങ് ഓഫ്. താങ്ക് യു.